ആര്യാടൻ മുഹമ്മദിന്റെ സഹോദരൻ ആര്യാടൻ മമ്മു അന്തരിച്ചു. 71 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിൽ കഴിയവെയായിരുന്നു അന്ത്യം. മുബഷിർ പി അക്ബർ നമുക്കൊപ്പം. മുബഷിർ പി അക്ബർ, തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് പിതൃ സഹോദരന്റെ മരണവാർത്ത ആര്യാടൻ ഷൗക്കത്തിന്റെ അടുത്തേക്ക് എത്തുന്നത്. എപ്പോഴായിരുന്നു ആര്യാടൻ മമ്മുവിന്റെ അന്ത്യം? വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു സ്നേഹ പാർവതി. മുൻ മന്ത്രിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കൂടിയായിരുന്നു ആര്യാടൻ മുഹമ്മദിന്റെ സഹോദരൻ കൂടിയായിട്ടുള്ള ആര്യാടൻ മമ്മു, ബാപ്പു എന്നാണ് നിലമ്പൂരിലെ നാട്ടുകാരൊക്കെ തന്നെ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. 71 വയസ്സായിരുന്നു. ചികിത്സയിൽ തുടരുന്നതിനിടയിലാണ് ഇന്ന് മരണം സംഭവിച്ചത്. വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് നിലവിലുള്ളത്. എന്തായാലും ആര്യാടൻ മുഹമ്മദിന്റെ പ്രവർത്തന കാലഘട്ടത്തിലെല്ലാം തന്നെ അദ്ദേഹത്തോടൊപ്പം വളരെ സജീവമായിട്ടുണ്ടായിരുന്ന ഒരു സഹോദരൻ കൂടിയായിരുന്നു മമ്മു. നിലമ്പൂരുകാരുടെ ബാപ്പു എന്ന് പറയുന്നത് ആര്യാടൻ മുഹമ്മദിന്റെ വലങ്കൈ എന്ന രീതിയിൽ തന്നെയായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തെ പല ഘട്ടങ്ങളിൽ പ്രവർത്തകരുമായി അല്ലെങ്കിൽ ഇവിടെയുള്ള നാട്ടുകാരുമായൊക്കെ തന്നെ പല വിഷയങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ഉൾപ്പെടെ കണക്ട് ചെയ്തു കൊടുത്തിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. ഇന്ന് 5:30 മൃതദേഹം ആര്യാടൻ ഷൗക്കത്തിന്റെ നിലമ്പൂരിലെ വീട്ടിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ അല്പസമയം പൊതുദർശനം ഉണ്ടാകും. തുടർന്ന് ആര്യാടൻ മുഹമ്മദ് അന്തിയുറങ്ങുന്ന മുക്കട്ട ജുമാ മസ്ജിദിൽ തന്നെയായിരിക്കും ബാക്കിയുള്ള സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജയം ഉൾപ്പെടെ ഇന്നുണ്ടായ ഒരു പശ്ചാത്തലത്തിലാണ് ഏറെ വേദനിപ്പിക്കുന്ന മറ്റൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾക്കും ആ രീതിയിലുള്ള ഒരു ലിമിറ്റ് ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നേതാക്കളും ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. സുജയ. ഓക്കെ, മുബഷിർ പി അക്ബർ ആണ് വിവരങ്ങൾ നൽകിയത്. ആര്യാടൻ മുഹമ്മദിന്റെ സഹോദരൻ ആര്യാടൻ മമ്മുവിന്റെ വിയോഗ വാർത്തയാണ് വന്നിരിക്കുന്നത്. പൊതുദർശനമടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും.